പ്രസിഡന്റ് ഇവിടെ അടുത്താണ് നമുക്ക് പോകാനുള്ള സ്ഥലം. അതെ, ജയപുരം. കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു, മന്ത്രിയുടെ അസൗകര്യം കാരണം മാറ്റിവെച്ചതാണ്. വലിയ വിഷമായില്ലേ അത്? വിഷമായി. കാരണം നമ്മളെ ഇതൊരു സംസ്ഥാന ലെവലിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ സംരംഭമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒന്നാണ്. ബേഡെടുക്ക പഞ്ചായത്തിലാണ് വാട്ടർ സൈക്കിൾ ഡയറി ഉള്ളത്. ഇവിടെ ഇപ്പം എന്തൊക്കെയാണ് പ്രൊഡക്ഷൻ ഉള്ളത്? ഇവിടെ കറി പൗഡർ, റൈസ് പൗഡർ, അതോടൊപ്പം തന്നെ ഇനി സ്പൈസസ്, ചക്ക കൊണ്ടുള്ള മൂല്യവർദ്ധിത എല്ലാം വരാൻ പോവുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഗ്രാമത്തിലുള്ള കർഷകർക്ക് കൂടി സഹായം കിട്ടുന്നത് പോലെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പഞ്ചായത്തിലുള്ള 5000-ഓളം സ്ത്രീകളിൽ നിന്ന് 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ വീതമൊക്കെയുള്ള പൈസ വാങ്ങി. 1000 രൂപയാണ് ഒരു ഓഹരി. 1000 കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ 50,000 കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ഓഹരികൾ വാങ്ങി ഒരു കമ്പനി രൂപീകരിച്ചു. ആ കമ്പനി ഇപ്പോൾ ഇവിടെ പുട്ടുപൊടി, വേറെന്തൊക്കെ പൊടിയാ പ്രസിഡന്റ്? കറി പൗഡർ, ഇതൊക്കെ ഉണ്ടാക്കുകയാണ്. വലിയ കമ്പനികൾ ചെയ്യുന്ന പോലെ. അപ്പം ഗ്രാമത്തിലുള്ള കുറെ ആൾക്ക് ജോലി കിട്ടും. എത്ര ആൾക്ക് ജോലി കൊടുക്കും പ്രസിഡന്റ്? 100ഓളം ആളുകൾക്കെങ്കിലും ആദ്യഘട്ടത്തിൽ കൊടുക്കണം എന്നുള്ളതാണ്. 25-ലധികം ആളുകൾക്ക് ഇപ്പോൾ തന്നെ നമ്മൾ തൊഴിൽ കൊടുത്തു. അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റും. ഇത് കുറച്ചും കൂടി വിപുലീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. സത്യമായിട്ട് അഭിമാനിക്കാം. നിങ്ങൾ എല്ലാവരും ഇവിടുത്തെ തൊഴിലാളികളാണോ? നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് തൊഴിൽ അതന്നെ നമ്മൾ ഇപ്പോൾ സർക്കാർ പറയുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കണമെന്നുള്ളൊരു ഇതല്ലേ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിൽ നമ്മളെ കുടുംബശ്രീ അംഗങ്ങൾക്ക് കൊടുക്കാനും അവർക്ക് സ്വയം ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് തന്നെ വലിയൊരു അഭിമാനം. സ്ത്രീകൾക്ക് ജോലി കിട്ടുന്നൊരു പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കുമ്പോൾ ടീച്ചർക്ക് ഉള്ളൊരു ഫീൽ എന്താ? നല്ല അഭിമാനമാണ്. നമ്മളെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അത് വലിയൊരു അഭിമാനം തന്നെയാണ്. ഇതിൽ കൊണ്ടൊരു പൊടിച്ചിട്ട് ഇതിനകത്ത് ഇടും. ഇതിനകത്ത് ഇട്ടിട്ട് അരിതിൽ മേലെ കൂടി പോയി കേരളത്തിൽ മറ്റു പല പഞ്ചായത്തുകൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. കടിയും കേട്ടിട്ടില്ല. ഇതാണ് ആദ്യമായിട്ട് കേട്ടത്. തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ നമ്മുടെ നാട്ടിലെ പഞ്ചായത്തുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് ബേഡെടുക്ക പഞ്ചായത്ത്. ഇങ്ങനെ ഒരു ഇവിടെ ജോലിക്ക് തെരഞ്ഞെടുത്തപ്പോൾ എന്താ തോന്നിയത്? നല്ല സന്തോഷം തോന്നി. എങ്ങനെയാണോ ഒരു മൾട്ടിനാഷണൽ ലെവൽ കമ്പനികൾ അതിൻ്റെ ഓപ്പറേഷൻ നടത്തുക, ആ രീതിയിലുള്ള സ്റ്റാഫുകളെ ഹയർ ചെയ്തുകൊണ്ട് തീർത്തും പ്രൊഫഷണലായിട്ടുള്ള ഒരു ടച്ചോടുകൂടി, പ്രൊഫഷണൽ മോഡോടുകൂടി ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കേരളത്തിൽ നമ്മൾ അധികം സ്ഥലങ്ങളിൽ കാണാത്ത കാഴ്ചയാണ് ടീം ബേഡകം നമുക്ക് കാണിച്ചു തരുന്നത്. പഞ്ചായത്ത് ഭരണസമിതി അതിൻ്റെ വിജയം തുടരട്ടെ. ഭാവിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കൂടുതൽ പഞ്ചായത്തുകൾ ഇതൊരു മാതൃകയാക്കി എടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.